ഹൈ പ്യൂർ കോട്ടൺ ഫാബ്രിക്കിൽ നല്ല കളർഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് കാണാം. ഈ ദിവസങ്ങളെല്ലാം കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിരുന്നു. അപ്പോൾ ഒത്തിരി പേര് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഡാർക്ക് ഷെയ്ഡ്സ് വേണമെന്നുള്ളത്. അപ്പം അങ്ങനെ ഡാർക്ക് ഷെയ്ഡ്സ് വേണ്ടവർക്ക് വേണ്ടിയുള്ള ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് കൊണ്ടുവന്നത്. ഇതിൻ്റെ അത് നോർമലി എപ്പോഴും ഉള്ള ഒരു പാറ്റേൺ ഉള്ള, അതായത് ഡാമൻ കണ്ടതുണ്ടോ? ഡാമൻ നല്ല തിക്കായിട്ട് എംബ്രോയിഡറി വർക്ക് വിത്ത് ലേസ് ചെയ്തിട്ടുണ്ട്. ബാക്കി പോർഷൻസ് ഫുള്ളും ബാറ്റിക് വിത്ത് എംബ്രോയിഡറി ആണ് വരുന്നത്. കുറച്ചൊരു വെറൈറ്റി ഉള്ള ഒരു കാറ്റലോഗാണ്. ലിമിറ്റഡ് കളർ ഷെയ്ഡ്സ് ഇതിൽ വന്നിട്ടുള്ളതും നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്സ് ആണ്. ഡീറ്റെയിൽസ് നോക്കാം. സോ ഇതുണ്ടോ, ഇങ്ങനെയാണ് അന്ന് ദാമൻ വന്നേക്കുന്നത്. ദാമൻ ഞാൻ ഫസ്റ്റ് കാണിക്കാം. വിത്ത് ലേസ് ബോർഡർ, ദാമൻ തിക്കായിട്ട് എംബ്രോയിഡറി വർക്ക് ആണ്. അതിൻ്റെ ആ ജോയിൻ ചെയ്യുന്ന പോർഷനിലും ചെറിയൊരു ഇതുണ്ടോ, അതൊരു കട്ട് ആൻഡ് പേസ്റ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് ആപ്ലിക് വർക്ക്. അതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വരും. ഇതുണ്ടോ, ഇതുപോലെയാണ് ദാമൻ കൊടുത്തിരിക്കുന്നത്. കുറച്ചൊരു വെറൈറ്റി പാറ്റേൺ. ബാക്ക് പാനൽ സ്കാറ്റർ ചെയ്തിട്ടാണ് ബാറ്റിക് പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സിലാണ് ഇത് വന്നിരിക്കുന്നത്. അതേപോലെ വരും. ദുപ്പട്ട വന്നിട്ട് കോട്ടൺ ചെക്സിൽ തന്നെ ബാക്ക് പാനൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ബാറ്റിക് പ്രിന്റ് ആണ് വന്നിരിക്കുക. ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ കോട്ടണിൽ ഫുള്ളി ബാറ്റിക് പ്രിന്റഡ് ആയിട്ട് വരുന്ന ബോട്ടം ആണ് വന്നിരിക്കുന്നത്. കളർഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് ഉണ്ടല്ലേ, ഇങ്ങനെയാണ് എൻ്റെ ലുക്ക്. സോ സെക്കൻഡ് വന്നിട്ട് ഈ ഒരു നേവി ബ്ലൂ കളർ ഷെയ്ഡ്, ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. വൈറ്റ് ആണ് ബാറ്റിക് പ്രിന്റ്. ആ ഒരു ബാറ്റിക് പ്രിന്റ് വെർട്ടിക്കൽ സ്റ്റൈലിൽ ചെയ്തെങ്കിലും അതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയ ചെറിയ സെൽഫ് കളർ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വർക്ക് ജോയിൻ ചെയ്യുന്ന പോർഷനിലും ചെറിയൊരു, അത് നമുക്ക് അത്ര പെട്ടെന്ന് കാണത്തില്ല, രണ്ട് ഇതുണ്ട്. ഇവിടെ ഒരു ലേസ് ബോർഡർ ഉണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഫുള്ളും ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്കാണ്. നമുക്ക് സ്ലീവ് ഒക്കെ ചെയ്യുമ്പം എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു ബോർഡർ സ്ലീവിൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ 4 കളർ ഷെയ്ഡ്സ് ആണ്. ദുപ്പട്ട കോട്ടൺ ചെക്സ് ആണ്. കോട്ടൺ ചെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിഫോണിന്റെ ആ ഒരു ലൈറ്റ് വെയിറ്റ്, ആ ഒരു ട്രാൻസ്പെറൻസിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലേ. ചെക്ട് പാറ്റേൺ കുറച്ചുകൂടെ ഷിഫോണിനേക്കാളും കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് ആയിരിക്കും കോട്ടൺ ചെക്സ് വരുമ്പം. ഇതാണ് ബോട്ടം വന്നിരിക്കുന്നത്. 1295 പ്രൈസ്. ഒരു മാംഗോ കളർ ഷെയ്ഡ്, മാംഗോ യെല്ലോ കളർ ഷെയ്ഡാണ്. അതായത് ചെറിയൊരു ഓറഞ്ചും യെല്ലോടെയും കൂടെ ബ്ലെൻഡഡ് ആണ് ഈ ഷെയ്ഡ്. പക്ക യെല്ലോ അല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള കളർ ഷെയ്ഡ്സിനെ യെല്ലോ എന്നൊക്കെ ആയിരിക്കും പറയുക. യെല്ലോ അല്ല, അതുകൊണ്ടല്ലേ. നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. 4 കളർ ഷെയ്ഡ്സും നല്ലതാണ്. നല്ല കളറായിട്ടാണ് ഡൈ ചെയ്തിരിക്കുന്നതാണെങ്കിലും. പ്യുവർ കോട്ടൺ ഫാബ്രിക്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ, ബാറ്റിക് പ്രിന്റ് വിത്ത് ഹെവി എംബ്രോയിഡറി സ്റ്റൈൽ, കോട്ടൺ ചെക്സ് ദുപ്പട്ട വിത്ത് ഫുള്ളി ബാറ്റിക് പ്രിന്റ്. ബോർഡർ വർക്ക് ഉണ്ട്. എനിക്കിവിടെ സ്കാറ്റർ ചെയ്തൊരു ഫ്ലവർ പോലത്തെ ബാറ്റിക് പ്രിന്റ്. അതിൻ്റെ ബോർഡർ, ദുപ്പട്ട ബോർഡർ ഉണ്ടോ, ലൈറ്റ് ആയിട്ടുള്ളൊരു ലേസ് ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോർഡറാണ് ടോപ്പിൻ്റെ ആ ഒരു പാച്ചിലും ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ലൈറ്റ് ലേസ് ആണ് ചെയ്തിരിക്കുന്നത്. ആണ് ലുക്ക്. സോ അപ്പോൾ ലാസ്റ്റ് വൺ ഈ ഒരു പർപ്പിൾ കളർ ഷെയ്ഡ്, പർപ്പിൾ വൈൻ ഷെയ്ഡ്, പ്യുവർ കോട്ടൺ ഫാബ്രിക്. വളരെ കംഫർട്ടാണ്. ആൻഡ് സെപ്പറേറ്റ് ആയിട്ട് വാഷ് ഓർ കളർ ഗാർഡ് യൂസ് ചെയ്യും. എപ്പോഴും എല്ലാത്തിലും ഞാൻ ഇതൊക്കെ ഓർമ്മിപ്പിക്കാറുണ്ട്. അങ്ങനെ തന്നെ ചെയ്യുക. ഇതൊക്കെ നല്ല പ്രീമിയം സെറ്റ്സുകളാണ് വന്നിരിക്കുന്നത്. നല്ല ദുപ്പട്ട ചെക്സിൽ, കോട്ടൺ ചെക്സിൽ തന്നെ ബാറ്റിക് പ്രിന്റ് ആണ് വിത്ത് എംബ്രോയിഡറി ആണ്. ഇത്രയും കളർ ഷെയ്ഡ്സേ ഉള്ളൂ. താങ്ക് യു.